ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഓണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലിങ്ങനെ അവധിക്കാലം ആഘോഷിക്കുന്ന ഒരു സമയമല്ലേ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ വാങ്ങി ഇതുപോലെ നല്ല ടേസ്റ്റിയായ നല്ല ക്രീമി സ്ട്രക്ചറിലുള്ള നല്ല ഐസ്ക്രീം വീട്ടിലുണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും നമുക്കും ഒക്കെ അത് നല്ല സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും ഒന്നും ഉപയോഗിക്കാതെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നല്ല ക്രീമിയായ നല്ല ടേസ്റ്റിയായ ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടി 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാൽ. ഒരു ബൗളിൽ 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിക്കാം. നാല് സ്പൂൺ പാൽ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാല് അടുപ്പത്തേക്ക് വയ്ക്കാം. പാല് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. അടുപ്പത്ത് വെച്ച പാല് നന്നായിട്ട് ചൂടായി. ഇത് ഏകദേശം തിളയ്ക്കാറായി. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ചേർക്കുമ്പോൾ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറുകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ചേർത്തിട്ട് ഇളക്കുന്ന സമയത്ത് ഇത് കട്ട വല്ലതും ചെയ്താൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കട്ട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചു. ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇതിന് വേണ്ടി ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള 2 മാങ്ങ. ഇത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം. മാങ്ങ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. ഇനി ഇത് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് അരച്ചെടുത്തു. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും അരിപ്പൊടിയും ചേർത്ത മിശ്രിതം ഇവിടെ തണുത്ത് പാകമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിൽ വേണമെങ്കിൽ കുറച്ച് വാനില എസൻസോ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊന്നും ചേർക്കുന്നില്ല. ഇത് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇത് പകർത്താം.
ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരടപ്പ് കൊണ്ട് അടച്ച് ഫ്രീസറിൽ 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നും ഇത് പുറത്തേക്ക് എടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇതൊന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 മിനിറ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് പഴയ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാം. ഐസ്ക്രീം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായതിന് ശേഷം വീണ്ടും ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് 7-8 മണിക്കൂർ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് ഫ്രീസറിൽ വയ്ക്കാൻ പോവുകയാണ്. രാത്രി മുഴുവൻ ഫ്രീസ് ചെയ്തതിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തു കേട്ടോ. ഇത് തുറന്ന് നോക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് പകർത്താം. ഐസ്ക്രീം എടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ സ്കൂപ്പറൊന്നുമില്ല. ഞാൻ സാധാരണത്തെ നമ്മുടെ ഒരു തവിയാണ് എടുക്കുന്നത് കേട്ടോ. ഐസ്ക്രീം എടുക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ ഫ്രീസറിൽ നിന്നും സാധാരണത്തെ തട്ടിലേക്ക് മാറ്റി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദാ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നല്ല അടിപൊളി ഐസ്ക്രീം നമ്മൾ തയ്യാറാക്കി. കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രം ചേർത്തുകൊണ്ട് വളരെ ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു ഐസ്ക്രീം നമ്മൾ തയ്യാറാക്കി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഐസ്ക്രീം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.